അതായത് നമുക്ക് നമ്മളെ ഓഫ് സ്റ്റേജുകളിലൊക്കെ ഏകദേശം മത്സരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോയി നോക്കാം, ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചു നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ. എന്താണ് എങ്ങനെയാണ് ഇപ്പൊ അനുഭവം ചോദിച്ചു വേദി നോക്കാം. 6 ഇപ്പം മത്സരം പൂർത്തിയായി കഴിഞ്ഞു. വേദി 9 മത്സരം, അത് അവസാന ഒരു മത്സരത്തിൽ മത്സരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ് സ്റ്റേജ് ഡ്യൂട്ടിയിലുള്ള ആൾക്കാരുണ്ടാവും. അസ്സലാമു അലൈക്കും. നമ്മളെ സ്റ്റേജ് ഡ്യൂട്ടി എന്താ അവസ്ഥ? നമ്മളെ മത്സരങ്ങൾ ഏകദേശം കഴിഞ്ഞു. ഇവിടെ ഏകദേശം മത്സരങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അവസാന മത്സരാർത്ഥി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ സ്റ്റേജിൽ നടന്നിട്ടുണ്ടായിരുന്ന ഗ്രൂപ്പ് ക്യാമ്പസിന്റെ മത്സരങ്ങളാണ് മത്സരങ്ങളായിരുന്നു കൂടുതൽ. നടന്നിട്ടുണ്ടായിരുന്നു. പങ്കാളിത്തമൊക്കെ ഉണ്ട്. പങ്കാളിത്തം എല്ലാ മാക്സിമം എല്ലാ ക്യാമ്പസുകളിൽ നിന്ന് പങ്കാളിത്തം ഉണ്ടായിരുന്നു. സാധാ നമുക്ക് ഇനി എന്താണ് നമ്മളെ വേദി 8 ഏകദേശം ക്ലോസ് ആയിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് വേദി 5 വേദി 5 നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മളെ ഡിജിറ്റൽ ഇല്ലുസ്ട്രേഷൻ, മാഗസിൻ ലേഔട്ട്, അങ്ങനത്തെ മത്സരങ്ങളൊക്കെ നടന്ന വേദിയാണ് വേദി 5 എന്ന് പറഞ്ഞാൽ. ഇപ്പൊ വേദി 5 ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അവസാന മത്സരം തന്നെയാണ്. മാഗസിൻ ലേഔട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാഗസിൻ ലേഔട്ടിൽ മത്സരാർത്ഥികൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ അതെ. അപ്പോ എന്താണ് അവസ്ഥ? കഴിയാനായോ? ഇനി 1 മണിക്കൂർ കൂടി 2 മണിക്കൂറിന് 2 മണിക്കൂറിന്റെ പരിപാടിയാണ്. ഇവർക്ക് സമയം വളരെ കുറവാണ്. അതല്ല, ഇങ്ങനെ നിശ്ചിത സമയം കൊണ്ട് ഈ രൂപത്തിൽ അതാണ് ഇതിന്റെ ഒരു ടാസ്ക്. അതാണ് ഈ രസമാവുന്നത് കൊണ്ട് തന്നെയാണ്. ഏതായാലും നമ്മൾ ഓഫ് സ്റ്റേജിലെ മത്സരങ്ങൾ വളരെ ഗംഭീരമായി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഒരു സമാപനത്തോട് അടുക്കാണ്. ആരായിരിക്കും വിജയ്? അത് ഭയങ്കര വലിയ ചോദ്യമാണ്. കാരണം ഇപ്പൊ 80-90ഓളം മത്സരഫലങ്ങൾ വന്നു കഴിഞ്ഞു. കാരശ്ശേരി, കൊടിയത്തൂര്, ചെറുവാടി, എരഞ്ഞിമാക്ക് ഒപ്പത്തിനൊപ്പം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെയായിരിക്കും അവസാന തിരശ്ശീല ചെയ്യുമ്പോ വിജയിക്കാൻ? ഇപ്പൊ ഈ ഒരു പ്രഡിക്റ്റബിൾ അല്ല. ഭയങ്കര ആവേശത്തിലാണ് വിദ്യാർത്ഥികളെല്ലാം. കാണാം, നമുക്ക് കാത്തിരുന്ന് കാണാം. കാണാം.